ലോകം ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിക്കുന്നതിനിടെ സിനാ മരുഭൂമിയിൽ ഈജിപ്തിൻ്റെ യുദ്ധപ്പട നിരന്നിരിക്കുകയാണ്. നിലവിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ വിഷയം അമേരിക്കയോട് പറഞ്ഞത്. വളരെ അടിയന്തരമായ രീതിയിൽ ഈജിപ്തിനെ നിയന്ത്രിക്കണം, ഇടപെടണം എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ കരാർ ലംഘനം നടത്തുകയും തങ്ങളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ സൈനിക സംവിധാനങ്ങളും സന്നാഹങ്ങളും ഈജിപ്ത് ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നതിനാൽ മുറിവേറ്റിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിന്. ആയതിനാൽ തന്നെ അതിൽ കുറച്ചുകൂടി മുളക് വാരി എറിയുന്ന പ്രവൃത്തിയാണ് ഈജിപ്ത് ചെയ്തിരിക്കുന്നത് എന്ന പരാമർശം പോലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സൈനിക വിന്യാസം ഈ മേഖല ശക്തമാക്കുന്നു. ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ 24 മണിക്കൂർ ഇപ്പോൾ നിരീക്ഷണം നടക്കുന്നു. ഡ്രോണുകളുടെ പ്രത്യേകമായിരിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. സിനാ ഉപദ്വീപുമായി ബന്ധപ്പെട്ട് വൻതോതിൽ സൈനികരെ കണ്ടെത്തിയ വിവരങ്ങൾ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഉടൻ ഇടപെടണമെന്ന് അമേരിക്ക പറഞ്ഞു. മാർക്കോ റൂബിയോട് നേരിട്ട് വിളിച്ച് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത ആയ സമയത്താണ് പ്രസിഡന്റ് ട്രംപിനോട് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. HQ-9B എന്ന ചൈനയുടെ ഈജിപ്ത് ഈ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം ഇവിടെ വിന്യസിച്ചതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഭൂഗർഭ ബങ്കറുകളും മിസൈൽ സൂക്ഷിക്കാൻ വേണ്ടി ഭൂഗർഭ അറകളും യുദ്ധകാല അടിസ്ഥാനത്തിൽ പല മേഖലകളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നു. ആയുധങ്ങൾ ഈ ഭാഗത്തേക്ക് കൊണ്ടെത്തിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ സകൃതിയായി നടക്കുകയാണ്. M60 എന്ന് പറയുന്ന അമേരിക്കയുടെ യുദ്ധവിമാനം ഈ മേഖലയിൽ സജീവമായിരിക്കുന്നു. മുൻപ് ഉപയോഗശൂന്യമായിരിക്കുന്ന സൈനിക എയർപോർട്ടുകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നു. സൈനിക മുന്നൊരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നു. 979 കരാർ വ്യവസ്ഥ ഈജിപ്ത് ലംഘിക്കുന്നു എന്നുള്ള ആരോപണം ഇസ്രായേൽ പറയുകയും ചെയ്തു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: സമാധാന കരാർ 979 ഉണ്ടാക്കിയിരിക്കുന്ന സമാധാന കരാർ പ്രകാരം 20,000-ൽ താഴെ സൈനികർ മാത്രമേ ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ രണ്ട് രാജ്യങ്ങളും അവിടെ വിന്യസിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര സൈനികരെ നിർത്താവൂ എന്നൊരു കരാർ വ്യവസ്ഥയുണ്ട്. അത് ലംഘിച്ചിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 500,000-ലധികം സൈനികർ ഈ മേഖലയിൽ റോന്ത് ചുറ്റുന്നു എന്നുള്ളതാണ് വിവരം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം, ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം, ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി ഇനി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഖത്തർ എല്ലാ സമയത്തും ഈജിപ്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുകയും 200-ലധികം ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി നേരിട്ട് ഇടപെടുകയും ചെയ്ത ഖത്തറിനെ, അതായത് സമാധാന സന്ദേശം മാത്രം പ്രചരിപ്പിച്ച ഖത്തറിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് എന്ത് ഉറപ്പാണ് പറയാൻ വേണ്ടി പറ്റുക? ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, വലിയ രീതിയിലുള്ള ഫലസ്തീൻ പ്രവാഹം ഈജിപ്തിൻ്റെ സിനാ മരുഭൂമി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഭയാർത്ഥി വിഷയം എങ്ങനെ, അവർ അഭയാർത്ഥികളാവേണ്ടവരല്ലല്ലോ, അവർ ആ രാജ്യത്ത് തന്നെ താമസിക്കേണ്ടവരാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോഴും ശത്രുവിനെ കണ്ടെത്തുകയോ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളൊന്നും നിലവിൽ ഇതുവരെ പറയാത്തതാണ്. ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അൽഫത്താഹ് അൽ-സിസിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദം, വലിയ ബന്ധമുള്ളവരാണ്. ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ അധികാരം വന്നതോടുകൂടി ആദ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യം തന്നെ ഇസ്രായേലാണ്. തൊട്ട് പിറകിൽ തന്നെ അമേരിക്കയും പ്രഖ്യാപിച്ചു. അറബ് രാജ്യങ്ങളൊക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് ഈജിപ്തിൻ്റെ പ്രസിഡന്റിന് വലിയ അംഗീകാര കാര്യങ്ങളൊക്കെ നൽകിയത്. ഇപ്പോൾ സൗഹൃദ ബന്ധങ്ങളൊക്കെയാണ്. അപ്പോൾ അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികളൊന്നും ഒരു കാലത്തും അങ്ങനെ ഈജിപ്ത് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായ രീതിയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും വിഷയങ്ങളും അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഏത് ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അത് ഇൻഫർമേഷൻ വിഭാഗങ്ങളെല്ലാം ഈ കാര്യം ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്ത കണക്ക് പ്രകാരം പറയുന്നത് 95% ഈജിപ്ത് ജനങ്ങളും നിരാശയിലാണ്, സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ് ഗസയുടെ വിഷയത്തിൽ. മധ്യസ്ഥ ചർച്ച പ്രശ്ന പരിഹാരമല്ല, അതൊരു സാങ്കേതികപരമായിരിക്കുന്ന ഒരു വിഷയം മാത്രമാണ്. പ്രശ്ന പരിഹാരം ഗസക്കാർക്ക് അവിടെ ജീവിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്.
ഇസ്രായേൽ ആരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഫലസ്തീനികളായിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമായിട്ടാണോ അതോ ഹമാസുമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ 2 വർഷമായിട്ട് ഹമാസിനെ പിടികൂടുകയും കണ്ടെത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? ഇപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയുമാണ്. അവർ നിങ്ങൾ യുദ്ധമുഖത്ത് സജീവമായിരിക്കുന്ന ആൾക്കാരല്ല. ശത്രുവിനെ കണ്ടെത്താത്തത് കൊണ്ട് കിട്ടിയ ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയും പ്രവൃത്തികളും ഇനി അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഞങ്ങളുടെ രാജ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്നതുപോലെ തന്നെ ഗസയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഗസ എന്ന് പറയുന്ന പ്രദേശം ഈജിപ്തിൻ്റെ ഭാഗമായിരുന്നു 967 വരെ. അത് ആ യുദ്ധത്തോടനുബന്ധിച്ച് 6 ദിന യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. അവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ്. സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യവുമാണ്. ഇപ്പോൾ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു, നിലപാടുകളൊക്കെ മാറ്റി പറയുന്നു. ആദ്യത്തെ വൈകാരികപരമായിരിക്കും ചിന്തക്കപ്പുറം ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഫലസ്തീന് വേണ്ടി ഇപ്പോൾ സംസാരിക്കാൻ ഈജിപ്ത് ഉണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും സർക്കാർ നേരിടുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. തൊട്ട അതിർത്തി, അതായത് അന്താരാഷ്ട്ര നിയമപ്രകാരം അല്ലെ UN സഭയുടെ നിയന്ത്രണ പ്രകാരം റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നിയന്ത്രണം ഒന്ന് ഈജിപ്തിനും ഒന്ന് ഗസക്കും മാത്രമാണ്. ഇവർ രണ്ടുപേരുമാണ്. അത് ആ കോറിഡോർ മുഴുവൻ പിടിച്ചടക്കിയത് ആരാണ്? ഇസ്രായേലാണ്. ഇസ്രായേൽ പിടിച്ചടക്കിയ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിൽ, ആ നിയന്ത്രണത്തിൽ അവരെ മാറ്റേണ്ട കടമ ആർക്കുണ്ട്? ഈജിപ്തിനുണ്ട്. ഈജിപ്ത് അത് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് പ്രസിഡന്റ് അൽ ഫത്താഹ് സിസിയോട് അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നു. പത്രമീഡിയകളൊക്കെ മുൻപൊക്കെ ഏറെക്കുറെ സിസിക്ക് സപ്പോർട്ടാണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത് ഭാവിയിൽ വലിയൊരു വിഷയങ്ങൾ ഒരുപക്ഷെ ഈജിപ്തിലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അതുകൊണ്ട് അതിന് ആ രീതിക്കനുസരിച്ചാണ് ഇപ്പോൾ നീക്കുപോക്കൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലെബനാൻ പോലെയോ സിറിയ പോലെയോ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെ പോലെയല്ല ഈജിപ്ത്. ഈജിപ്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇസ്രായേലുമായി നേർക്കുനേരെ യുദ്ധം നടത്താൻ താല്പര്യമുള്ളവരും യുദ്ധം നടത്തിയവരും മുന്നേറ്റമുണ്ടാക്കിയവരുമാണ്. 967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകിയത് ഈജിപ്തായിരുന്നു. ശേഷം പിന്നീട് യുദ്ധമുണ്ടായി, അതിനുശേഷം പിന്നീടുണ്ടായി ഏകദേശം 10 യുദ്ധത്തോളം. ഈ 948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈജിപ്തും ഇസ്രായേലും നേർക്കുനേരെ മുഖാമുഖം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വൈകാരികമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വംശീയപരമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എടുത്തത്. രണ്ട് കൂട്ടരും, രണ്ടും മതരാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ മതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ആചാരം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി സംയുക്തമായിട്ടാണ് പറയുന്ന സമയത്ത് രാഷ്ട്രീയ യുദ്ധമാണ് എന്ന് പറയുകയാണെങ്കിലും ഇതിലൊക്കെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വന്തമായിരിക്കുന്ന താല്പര്യങ്ങളും നിലപാടുകളും മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയോ അങ്ങനെ തന്നെ പിന്തുടരുന്ന രീതിയോ ഒരിക്കലും ഉചിതമല്ല, അത് വിജയിക്കാറുമില്ല. രീതികൾക്ക് മാറ്റം വന്നു, ഇടപെടലുകളുണ്ട്. മാത്രവുമല്ല ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം, ഈജിപ്ത് സൈനികരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി കഴിഞ്ഞാൽ അവർ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കില്ല. 30 വർഷം ആ രാജ്യം ഭരിച്ച ഹുസ്നി മുബാറക്കിനുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ അൽ ഫത്താഹ് സിസിക്ക് ഉണ്ടാവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ സൈനികരും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പല രാഷ്ട്രത്തിലെ സൈനിക നേതാക്കന്മാരും കമാൻഡർമാരും സൈനികരും പറഞ്ഞൊരു കാര്യം തന്നെ ഇവിടെയും പ്രസക്തമാണ്. ഞങ്ങൾ വല്ലാതൊന്നും ജനങ്ങളെ വെടിവെച്ച് കൊല്ലില്ല എന്നുള്ളത്. അതിനൊന്നും ഞങ്ങൾക്ക് ജനങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതല്ല ഈ സൈനികരുടെ പണി. രാജ്യത്തെ സംരക്ഷിക്കുകയും രാജ്യത്തിൻ്റെ പുറത്തുള്ള ശത്രുക്കളെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം രാജ്യത്തിൽ ജനങ്ങളെ വെടിവെക്കുക എന്നുള്ളത് ഒരു പരിധിവരെയൊക്കെ അല്ലാതെ ചെയ്യാൻ കഴിയില്ലെന്ന് ശ്രീലങ്ക പറഞ്ഞു, അവിടെ പ്രസിഡന്റ് അട്ടിമറിഞ്ഞു. ബംഗ്ലാദേശ് പറഞ്ഞു, അവിടുത്തെ പ്രധാനമന്ത്രി അട്ടിമറിഞ്ഞു. നേപ്പാൾ പറഞ്ഞു, അവിടുത്തെ രാജഭരണം അപ്പാടെ തന്നെ പീതെറിയപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ജനകീയമായിരിക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഏറ്റവും വലിയ ഉദാഹരണം ഈജിപ്തിനെ തെളിയിച്ചതാണ്. ഹുസ്നി മുബാറക്കിന് ശേഷം 2 പ്രാവശ്യം ഭരണം അവിടെ അട്ടിമറിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അൽ ഫത്താഹ് സിസി അവിടെ ഭരണത്തിലേറിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്ത സാഹചര്യങ്ങളും വല്ലാത്ത സ്ഥിതികളും ചരിത്രങ്ങളും ഉള്ള ഒരു പ്രദേശം തന്നെയാണ് ഈജിപ്ത്. അടങ്ങിയിരിക്കുക, ക്ഷമിച്ചിരിക്കുക, മറക്കുക എന്ന് പറഞ്ഞതൊന്നും അവിടെ ഭൂഷണമല്ല. ആയതിനാൽ തന്നെ വലിയ രീതിയിലുള്ള യുദ്ധ സംവിധാന സജ്ജീകരണത്തോടു കൂടി ഈജിപ്ത് തയ്യാറായിരിക്കുന്നു എന്നുള്ളതും ഇവിടെയാണ് നിലവിളിയും വെപ്രാളവുമായി ഇസ്രായേൽ
തലങ്ങും വിലങ്ങും ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതികൾ കൃത്യതയോടുകൂടി തന്നെ അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് ഇതിൽ ഇടപെടാനൊക്കെ പരിമിതികളുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഏതായിരുന്നാലും ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം നിലപാടിൽ മാറ്റമില്ല എന്ന് തെളിഞ്ഞതോടുകൂടി മറ്റൊരു ഈജിപ്ത് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഭയപ്പെടുന്നത്.